ഗുഡ് മോർണിംഗ്. രാവിലെ 4:50 ആയി സമയം. നമ്മളിന്ന് തൃശ്ശൂർ പോവാണ്. നമ്മളിന്ന് പോയിട്ട് നാളെ വരും കേട്ടോ. അവിടെ കുറേ ദിവസം നിൽക്കണില്ല. പോയിട്ട് വന്നിട്ട് വേണം, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ചെയ്യാൻ. അപ്പം ജസ്റ്റ് ഇന്ന് പോവാം, എന്നിട്ട് നാളെ വരാം. ഓക്കെ, അപ്പോൾ എന്താ, എണീക്കുക, റെഡി ആവുക. റിയ ഒക്കെ നല്ല ഉറക്കമാണ്. ആദ്യം ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വേണം അവരെ വിളിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോയി ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഗൈസ്, ഞാൻ പകുതി ഡ്രസ്സ് മാറി. റിയ ഇപ്പം എണീറ്റതേ ഉള്ളൂ. പ്രാണ എണീറ്റ് പല്ല് തേക്കാൻ വേണ്ടി പോയി. മമ്മി അവിടെ ഡ്രസ്സ് മാറുന്നു. എനിക്ക് മുടിയൊക്കെ ഒന്ന് ചീവി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, സമയം 5 മണി കഴിഞ്ഞു. 5:30 ഇറങ്ങാനാണ് പ്ലാൻ. എന്നാലേ നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് അവിടെ കുറച്ചെങ്കിലും എത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അറിയത്തില്ല കേട്ടോ എങ്ങനെയാണെന്ന്. പക്ഷെ എന്നാലും നമുക്ക് നേരത്തെ പോവാം. വരെ പോകണ്ടേ. അപ്പം നമ്മൾ റെഡി ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഗൈസ് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന ആളും വന്നു. 5:30 ആയി ഗൈസ്. 5:30 കഴിഞ്ഞു കണ്ടോ. ഞങ്ങളിവിടുന്ന് മെല്ലെ ചോദിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയണ, രാവിലെ ദൈവത്തെ വിളിച്ച് അതൊക്കെ പോവാം. മീനിൻ്റെ ഫുഡ് കൊടുക്കുന്നേ അതിന് 2 ദിവസം കൊടുത്തില്ല. നമ്മൾ നാളെ വരുമല്ലോ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടിയിൽ കയറാം. നല്ല ഇരുട്ടാം. ഓക്കെ, സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എവിടെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. രാവിലെ ഇറങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ കാം ആൻഡ് റിലാക്സ് ആയിട്ട് പോവാം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത്. അപ്പോൾ റിയ ഉറങ്ങി. ഇനിയും പ്രാണ ഉറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്തരമായിട്ടും ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഉറങ്ങുമൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെ എത്തി? നമ്മൾ പെരുമ്പാവൂർ എത്തി ഗൈസ്. ഇനിയുണ്ട്, കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഓക്കെ, വരട്ടെ. മമ്മിയുടെ മസാല ദോശ എത്തി ഗൈസ്. സോറി, മസാല ദോശ പൂരി മസാല വന്നു. വട മസാല ദോശ എല്ലാവർക്കും വന്ന ഫുഡ്. അപ്പം ചൂടോടെ കഴിക്കാം.
Why do I look like this, Mara? Ooh, but it's okay, guys. So, ഫുഡ് അടി കഴിഞ്ഞ് പോവാം. എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ഹലോ. shout out to Atifa. And she was in my bus number 2. No, bus number 3. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി ഗൈസ്, വീട്ടിലെത്തി. മാവേൽ മാങ്ങ നിറച്ച് മാങ്ങയാണ്. അയ്യോ ഗൈസ്, വീടെത്തിപ്പോയാച്ച്. ഓ ഗൈസ്, ഞങ്ങളുടെ വീട് ഗൈസ്, ആരുമില്ലാണ്ട് ആ ഫസ്റ്റിൽ കയറുന്നിടത്തുണ്ട്. കട്ടിൻ്റെ പൊസിഷനൊക്കെ മാറിയ. വരൂ ആദർശ്, അത് ഒരു അടിച്ചതായിരിക്കും. പൊടി കാണും പ്രാണേ. എത്ര നാട്ടിൽ തന്നു. ഞാൻ വന്നിട്ട് കുറേ ആയി ഇങ്ങോട്ടേക്കൊക്കെ, കുറേ ആയി ഗൈസ് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അയ്യടാ, ആകെ കുളമായി കിടക്കുകയാണ് ഗൈസ്. വരൂ, ഇരിക്കൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇപ്പം നേരെ പ്രഭയുടെ വീട്ടിലോട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ എപ്പോഴോ ഒരു പ്രാവശ്യം കൂടി ഞാനും പ്രവീണും കൂടി ഇവിടെ നിന്ന് തന്നെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ഇഞ്ചിയും ലൈമും ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് അവർ ഈ ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ 3 ഗ്ലാസ് 3 പേര് വെച്ച് കുടിച്ചു. പ്രാണും റിയയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അറ്റ് ലാസ്റ്റ് അവർ എൻ്റെ ഗ്ലാസ്സിൽ തന്നെ കുടിച്ചു ഗൈസ്. ഞങ്ങൾ നേരെ പ്രവീയുടെ വീട്ടിലോട്ട് പോവാവേ. അപ്പോൾ ഗൈസ്, ഞാനിപ്പം പ്രവീഡ് അവിടെ എത്തി. എല്ലാവർക്കും പ്രവീനെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രവീ ഭയങ്കര കുക്കിങ്ങാണ്. എന്താ പ്രവീ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. മട്ടൻ കറി
മട്ടൺ റോസ്റ്റ്. മട്ടനാ? മട്ടൺ റോസ്റ്റ്. ഇത് ചിക്കൻ 65. അത് ഞങ്ങൾക്ക് കുടിക്കാനുള്ള കുപ്പി. ഇത് ഞങ്ങൾക്ക് 2 അടിക്കാനുള്ള കുപ്പി. പിന്നെ മുള്ളങ്കി സാമ്പാർ. ഓക്കെ. എന്ത് സാമ്പാർ? മുള്ളങ്കി സാമ്പാർ. അത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല ആദ്യമായിട്ട്. റാഡിഷ് സാമ്പാർ. പിന്നെ ചോറ്, പിന്നെ പപ്പടം, പിന്നെ അവിടെ പയറുപ്പേരി. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തും ഇങ്ങോട്ടൊന്ന് നോക്കിക്കോളൂ. അപ്പൊ ആരെങ്കിലും വരികയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ 2 അടിക്കുക ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, പ്രഭു ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിക്കാൻ നേരത്തെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് കഴിക്കാനുള്ള ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. മട്ടനും ചിക്കനും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു പിടി അങ്ങോട്ട് പിടിക്കാം ഗൈസ്. മാങ്ങ വെറുതെ ഇവിടെ മാങ്ങ ഇട്ട് കളയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മാങ്ങ പറിക്കുക, വെറുതെ ചീത്തയാക്കാതിരിക്കാൻ. ഐ മീൻ താഴെ ആ വലുത് നോക്കിയാ പറിക്കുന്നത്. മമ്മി അവിടെ ഇരിപ്പുണ്ട്. ആദർശ് ആണ് മാങ്ങ പറിക്കുന്നത്, എന്നിട്ട് ക്യാച്ചും പിടിക്കുന്നു. വാവ്! ഡാ പ്രാണൻ, നീ ഒന്ന് പിടിക്കടാ ക്യാച്ച്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. ഞങ്ങൾ വന്നപ്പോൾ ഐശ്വര്യം വന്നതാണ്. മഴ പെയ്യാൻ പോകുന്നത്. ഇതാ മാറ്റ വെക്ക, കറയാവരുത് കേട്ടോ. വാവ്, നല്ല കാറ്റ്. ഓ, നല്ല ക്യാച്ച്. പ്രാണൻ, നിനക്കും ഹൈറ്റുള്ളതല്ലേ, പറക്കി. ഓ ഓ, 2 ആൾക്കും പറ്റിയില്ല. കമോൺ. ആ, പറ്റി. മമ്മി എന്താ പറയാനുള്ളത്, പറയൂ. എന്ത് പറയാൻ, എന്റെ കാല് വയ്യാതെ ഞാൻ ഇവിടെ കുത്തിയിരിക്കുക. നമ്മുടെ കാലേ നീരാണ് ഗൈസ്, പാവം. എന്നിട്ടും എന്താ ഇറങ്ങി നടക്കുക ചെയ്യുന്നത്. പിന്നല്ലാതെ ആരാ ലൈറ്റ് ഇട്ടേ? ലൈറ്റ് ഓഫ് ചെയ്യടി. മമ്മി ഇനിയും ചാക്കില്ല കേട്ടോ, കുറേ പോയി നോക്കണം. ചാക്കിൽ ഇതൊക്കെ ഇടണമെങ്കിൽ കവറുണ്ടല്ലോ, അവരോട് 2 കവർ കിട്ടും. കുറേ അച്ചാറൊക്കെ ഇടാൻ ബാക്കി നിങ്ങൾക്കും കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി. ഞങ്ങൾക്ക് അച്ചാർ വേണ്ട. എന്താണ് മിഴിക്ക് അറിയത്തില്ലേ? മിഴിയെ ഒന്ന് ഫാൻ ഇടറി. അതുകൊണ്ട് അതിലോട്ട് കയറി നിന്നതുകൊണ്ട് ആ ഒരു വില പറിക്കും. അതുകൊണ്ട് അതേ കയറിയതുകൊണ്ട് അതിനിടെ എനിക്ക് ഒരു വില പറിക്കാൻ കണ്ടോ. അതോ, ആ സ്റ്റെപ്പുണ്ട് ബാക്കിൽ. ഇവിടെ വേറൊരു മാവും ഉണ്ട്. അതിൽ പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല, ഇച്ചിരി 2-3 എണ്ണത്തൊക്കെ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് പറിച്ച് നോക്കാം. അയ്യോ, ഇതൊന്ന് നോക്കാം എന്ത് മാങ്ങയാണെന്നുള്ളത്. പറിച്ച് കളയാതെ ഇതല്ലേ, സ്മെല്ലില്ല അമ്മേ. അല്ല, മാറ്റി കഥാചാരർക്ക് കൊടുക്കാം. ഇത്രയും മാങ്ങ പറിച്ചു ഗൈസ്. താഴെ വീഴാണ്ട് ഇതെല്ലാം താഴെ വീണ മാങ്ങ.
ഇനി നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് നേരെ പാമ്പങ്കാവിൽ പോയി വിളക്ക് കാട്ടാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാമ്പുകാല വിളക്കൊക്കെ കാട്ടിയതിന് ശേഷം നേരെ അമ്മേനെ കാണാനായിട്ട് വന്നു. ഇൻ ബിറ്റ്വീൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊന്ന് മറക്കുകയാണ് ഗൈസ്. എല്ലാവരും കണ്ടു കഴിയുമ്പോൾ സംസാരിച്ച് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമേ തലയിൽ പോവാന്ന്. അങ്ങനെയാണ് ഞാൻ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ എല്ലാവരുമായിട്ട് ചെറിയ രീതിയിൽ അടിച്ചു പൊളിച്ചു. എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എന്നാലും ഓർക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് വീഡിയോസ് ആയിട്ടായിരുന്നു എടുത്തത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ദിവസമായിട്ട് വന്നുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോയി എല്ലാവരെയും കാണണം എന്നുള്ളത് കൊണ്ട് വീഡിയോ എടുക്കുന്ന ആരെയും ഇൻ ബിറ്റ്വീൻ മറന്നു. സോ അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം പിള്ളേരും എല്ലാവരുമായിട്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ തീരെ മഴയില്ല ഗൈസ്. മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ വരും, പക്ഷെ മഴ ഇല്ലായിരുന്നു, ഭയങ്കര ചൂടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചു പോവാം. ഇപ്പോൾ രാവിലെ 5:30 ആകുന്നു. നമ്മൾ രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ തൃശ്ശൂരൊക്കെ ഭയങ്കര ട്രാഫിക്കായിരിക്കും. രാവിലെ ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലെത്തുമ്പോഴത്തേനും ഭയങ്കര ലേറ്റാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വെളുപ്പിനെ പോകുന്നത്. ഓക്കെ, ഞാൻ വന്നതിന് ശേഷം ഊഞ്ഞാലയിൽ ആടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ടിരുന്ന് ആടാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ലല്ലോ. സോ ഐ തോട്ട് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. അവിടുത്തെ എൻ്റെ വീട്ടിൽ തുടക്കം വെച്ചു, ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഞാൻ കുറച്ച് നേരം കൂടി ഊഞ്ഞാലാടട്ടെ. ഓക്കെ, അപ്പം ടാറ്റാ.